പൊന്മുടി തുറന്നിട്ട് തള്ളിക്കയറി പൊന്മുടിയിലോട്ട് പോയിട്ട് ചുക്കാമണിയിൽ വരെ കൊളയട്ട കടിച്ച സംഭവങ്ങളും മറ്റുമാണ് ഉണ്ടായത്. എന്തൊക്കെ പറഞ്ഞാലും ഈ സമയത്ത് പൊന്മുടിയിലോട്ട് വന്ന ഒരു നഷ്ടവും ഇല്ല. കാരണം പൊന്മുടിയിലെ ഏറ്റവും നല്ല ക്ലൈമറ്റ് ഈ സമയത്താണ്. അതുകൊണ്ടല്ലേ തള്ളിക്കയറി നമ്മൾ ഇങ്ങോട്ട് വന്നത്. മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ നല്ല പൊളപ്പം മഞ്ഞുകളാണ് ഇവിടെ. മഞ്ഞളും മറ്റും പോയി വന്ന് നിൽക്കും, ഒപ്പം മഴയും പെയ്തുകൊണ്ടേയിരിക്കും. പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൊളപ്പം പ്രകൃതിയും രമണിയും ഒക്കെ ആയിരുന്നു. പ്രകൃതി പൊന്മുടിയിൽ ഉണ്ടായിരുന്നു, രമണി നമ്മൾ അവിടെ ചെന്നതിന് ശേഷം വന്ന്. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തിരിക്കുന്ന പൈലുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തത്ര മഞ്ഞ്. വന്നിറങ്ങുന്ന KSRTC പോലും ഒരു സൂചികളും മറ്റും കുത്താനുള്ള ഇടം പോലും ഇല്ലാത്ത രീതിയിലാണ് ആളുകളെയും തള്ളിക്കയറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുകൾ മാത്രമല്ല, നല്ല പൊളപ്പം മഴകളും മറ്റുമുണ്ട്. ഇത് രണ്ടും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എപ്പോ പൊന്മുടി പോയാലും അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ കയറാനൊന്നും പറ്റൂലെങ്കിലും എപ്പോഴും തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഒരു ശീലമാണ്. കുറച്ച് മുകളിലോട്ട് കയറി ചെന്നപ്പോ അവിടെ രണ്ടു മൂന്ന് അമ്മച്ചിമാരിയ്ക്കുന്നു. എന്തൊരമ്മച്ചി സുഖങ്ങളും മറ്റും തന്നെയെന്ന് ചോദിച്ചപ്പോ നീ ഒന്ന് ഒഴിഞ്ഞാ തിരിഞ്ഞാ പോടാന്ന് നമ്മളെടുത്ത്. എന്തൊക്കെ പറഞ്ഞാലും മഞ്ഞും മഴയത്തും കിടന്ന് അടിച്ചു പൊളിക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ പൊന്മുടിയിലോട്ട് തള്ളിക്കയറി വരണം. പൊന്മുടിയിലോട്ട് എപ്പോ ചെന്നാലും നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു വെള്ളച്ചാട്ടമാണ്. ഇങ്ങോട്ട് വരുന്നതിൽ കൂടുതൽ പേര് ഇവിടെ ഇറങ്ങാറില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇറങ്ങി പട്ടിഷോ കാണിച്ചിട്ടേ പോവാറുള്ളൂ. കാരണം കഴപ്പ്. പക്ഷെ ഇവിടെ ഇറങ്ങുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. കാട്ടിനകത്തുനിന്ന് നല്ല കണ്ണീര് പോലത്തെ തെളിനീരാണ് ഇവിടെ വന്നോണ്ട് മറ്റും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കോരി കുടിച്ചാലും ഒരു കുരുവും വരൂല. വേണമെങ്കിൽ ആ തണുത്ത വെള്ളത്തിൽ നമുക്ക് അവിടെ നിന്ന് അറുമാതിച്ച് കുളിക്കാനും പറ്റും. എന്നും പറഞ്ഞ് ചാടി ഇറങ്ങി കുളിച്ചാൽ ഫോറസ്റ്റുകാർ വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ ഒരു ദാക്ഷിണ്യം കാണൂല. ഫൈനെങ്കിൽ ഫൈന്, കാലുപിടിയെങ്കിൽ കാലുപിടി. പൊന്മുടി വരണ എല്ലാവരും ഏറ്റവും കൂടുതൽ കാണുന്നത് കുരങ്ങന്മാരെയാണ്. എന്നാൽ നമ്മൾ കണ്ടത് മയിലിനെയാണ്. മയിൽ എന്നൊക്കെ പറഞ്ഞ നല്ല പൊളപ്പം മയിലുകൾ റോഡ് സൈഡിൽ കൂടെ തേരാ പാരാ നടക്കണം. റോഡ് സൈഡിൽ വണ്ടി നിർത്തി മയിലിന്റെ വീഡിയോ എടുത്തിട്ട് പോലും മയിലിന് ഒരു കുലുക്കോ ഇല്ല. പിന്നെ പൊന്മുടിയിൽ എപ്പോ പോയാലും എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ് കുരങ്ങന്മാര്. നമ്മളെ പോലെ തന്നെ അവന്മാർക്ക് ഒരു പണിയുമില്ല. വഴിയെ പോണ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അവന്മാര് മേടിച്ച് തിന്നും. കുരങ്ങനെയും കണ്ടുകൊണ്ട് വണ്ടിയിലുണ്ടായിരുന്ന ഒരു മാങ്ങയുടെ പീസും എടുത്തുകൊണ്ട് കുരങ്ങന്റെ അടുത്തോട്ട് ചെന്നപ്പം നോക്കിക്കൊണ്ടിരുന്ന കമ്പനിക്കാർ പറഞ്ഞ് ഒരു ഫ്രെയിമിൽ 2 കുരങ്ങെന്ന്. ഞാൻ ഒരു കുരങ്ങനെ കണ്ടോളൂ. രണ്ടാമത്തെ കുരങ്ങ് ഏതാണെന്ന് എനിക്കൊരു പിടിയില്ല. നമ്മുടെ കയ്യിലുള്ള വണ്ടികളും മറ്റും ചെറുതാണെങ്കിലും നമ്മൾ അഴിഞ്ഞാട്ടം ഫുള്ള് ഇതിലാണ്. കൂടെ ഉള്ളതും നല്ല പൊളപ്പം വീഡിയോകളും മറ്റും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടിയ കുന്തളിപ്പാണ് ഈ കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പയ്യന് ഭാവിയുണ്ട് കേട്ടാ. റോഡിൽ കൂടി ഓടിക്കളിക്കുന്ന കുരങ്ങനെ പിടിക്കാൻ പോയപ്പോഴാണ് നമ്മൾ ആന വണ്ടി തള്ളിക്കയറി അങ്ങോട്ട് വരുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അണ്ണന്റെ അടുത്ത് നമ്മളെ തലയെ കൈ വെച്ച് പറഞ്ഞ് അണ്ണ ഒരു ഡിമ്മടിയെന്ന്. അണ്ണൻ ഡിമ്മടിച്ചില്ലെന്ന് മാത്രമല്ല, അണ്ണന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം നിന്റെയൊക്കെ താളത്തിന് ഡിമ്മടിക്കാനാണ് ആ സർക്കാർ വണ്ടികളും മറ്റേ റോഡിൽ കൂടെ പോണേന്ന് അണ്ണൻ. നമ്മളെ പയ്യന്മാര് പെടുക്കാൻ മുട്ടിയപ്പോ റോഡ് സൈഡിൽ നിന്ന് ഇറങ്ങി. പിന്നെ നടന്ന ഒരു ദുരന്തമായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും, കാട്ടിലൊരു ഭീകരനുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ കൊളയട്ട. പെടുക്കാൻ പോയ നമ്മളെ പയ്യന്മാരെ ചുക്കാമണി പോലും അവന്മാര് വെറുതെ വിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ തള്ളിക്കയറി പൊന്മുടിക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവും നമ്മളെ കയ്യില്ലായിരുന്നു. പിന്നെ കൈ കിട്ടുകയാണെങ്കിൽ ലൈറ്റർ കണ്ടപ്പോഴേ കാര്യം പിടിയിട്ട് കാണുമല്ലോ. പിന്നെ ലൈറ്റർ എങ്കിൽ ലൈറ്റർ എന്നും പറഞ്ഞ് അതും വെച്ച് നമ്മൾ കൊളയട്ടവളെ കൊന്നു തള്ളി. കടിച്ചെന്ന് പറഞ്ഞ അറഞ്ചം പുറഞ്ചം വാരി പറക്കിയിട്ട് കടിച്ച്. ഒരു മനസാക്ഷിയും കാണിക്കാതെ കൊളയട്ടകൾ വാരി പഞ്ഞിക്കിട്ടെന്ന് പറയുന്നതായിരിക്കും നല്ലത്. എത്ര കൊന്നിട്ടും തീരാതെ വന്നപ്പം നമ്മളെ കൂട്ടുകാരൻ തറയിലിരുന്ന് കാലകേന്റെ ഡയലോഗുകളും മറ്റും പറഞ്ഞു തുടങ്ങി. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ പൊന്മുടിയിൽ എവിടെ നിന്നാലും മഞ്ഞിങ്ങനെ ഒഴുകി നടക്കുന്നത് നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാം. ആകെ ഉള്ളൊരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് മഴകളും മറ്റും പെയ്യുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും പൊന്മുടിയിലെ ക്ലൈമറ്റ് ഇപ്പം പൊളപ്പനാണ്. 1000 രൂപ കൊടുത്തിട്ട് പോയാൽ പോലും ഒരു നഷ്ടമില്ലെന്നാണ് എന്റെ അഭിപ്രായം. തള്ളി മറിച്ചതല്ല, ഉള്ളത് സത്യമാണ്. ഈ കാലിലുണ്ടേ ലൈറ്റർ കത്തണമില്ല. അതിനകത്തോ എന്നെ കടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. അതിനിഞ്ഞാത്താണ് ഞാൻ തിരിച്ചടിക്കട്ടു. നമ്മുടെ വണ്ടിക്കകത്ത് കയറി ഇതിലൊക്കെ ഉണ്ട്. അതിന്റെ പല്ലതിനകത്ത് പഴുക്കും. പല്ലിരിക്കും പഴുക്കും. പല്ലിരുന്ന് പഴുക്കും. ആ വേറോട് വെച്ചോ അങ്ങോട്ട് അങ്ങനെ ചെരുപ്പിലൊക്കെ ഇരിക്കുന്ന കൊള്ളാം. ഇഷ്ടം പോലെ ഇഷ്ടം കൊന്ന് തള്ളും ഞാൻ ഗൈസ്. ഇതിനെ കൊല്ലാൻ വന്ന് നമ്മളെ കൊല്ലം വന്ന് വണ്ടി ഇടിച്ച് മഴയില്ല, നല്ല കാറ്റ്. വളരെ മോശമാണ് തോന്നുന്നത്. ഇല്ലൊക്കെ പറഞ്ഞിട്ട്